അഡ്ലേഡിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് വളരെ പ്രതീക്ഷയോടെയാണ് ആരംഭിച്ചത്. പ്രത്യേകിച്ചും പെർത്തിലെ മികച്ച വിജയത്തിന് ശേഷം ഇന്ത്യ പരമ്പരയിൽ 1-0 ഇപ്പോൾ മുന്നിലാണ്. പകലും രാത്രിയുമായി നടക്കുന്ന പിങ്ക് ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം കറുത്ത ബാൻഡ് ധരിച്ചായിരുന്നു ഓസ്ട്രേലിയൻ കളിക്കാർ കളത്തിലിറങ്ങിയത്. അതിന്റെ പിന്നിലൊരു കാരണവുമുണ്ട്. അന്തരിച്ച സഹതാരം ഫിൽ ഹ്യൂസിന്റെ ദാരുണമായ മരണത്തിന്റെ 10ാം വാർഷികത്തിൽ ഓസ്ട്രേലിയൻ ടീം അദ്ദേഹത്തിനു വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ തീരുമാനം. 2014 നവംബർ 27 സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ഷീൽഡ് മത്സരത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്നായിരുന്നു ഇടംകയ്യൻ ഓപ്പണിംഗ് ബാറ്ററായ ഹ്യൂസ് അന്തരിച്ചത്. നവംബർ 25 സൗത്ത് ഓസ്ട്രേലിയയും ന്യൂ സൗത്ത് വെയിൽസും തമ്മിൽ നടന്ന നിർഭാഗ്യകരമായ മത്സരത്തിനിടെ ഹ്യൂസിന്റെ കഴുത്തിൽ ഒരു ബൗൺസ് ബോൾ തട്ടുകയായിരുന്നു. അതിന്റെ ആഘാതം മസ്തിഷ്ക ക്ഷതത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അടിയന്തരമായി വൈദ്യസഹായവും അടിയന്തര ശസ്ത്രക്രിയയുമൊക്കെ ചെയ്തിട്ടും 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 25 വയസ്സ് മാത്രമായിരുന്നു. ക്രിക്കറ്റ് ഓസ്ട്രേലിയ പിന്നീട് ഹ്യൂസിന്റെ സ്മരണയെ പല വിധത്തിലൊക്കെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അകാല വിയോഗം ഇന്നും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു ദുഷ്കരമായ അധ്യായമായി ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് 2ാം ടെസ്റ്റിൽ കറുത്ത ബാൻഡ് ധരിക്കാൻ ടീം തീരുമാനിച്ചത്. കൂടാതെ ഹ്യൂസിന്റെ ജീവിതവും കരിയറും ഉൾപ്പെടുത്തിയുള്ള ഹൃദയസ്പർശിയായ ഒരു ഡോക്യുമെന്ററിയും ക്രിക്കറ്റ് ഓസ്ട്രേലിയ തയ്യാറാക്കിയിട്ടുണ്ട്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ നഷ്ടമായി. സ്റ്റാർക്കെറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം LBWയിൽ കുടുങ്ങിയതോടെയാണ് ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടത്. ഇപ്പോൾ KL രാഹുലും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.